അപ്പൊ ഇതാണ് ദയാ സുജിത്ത്, നമ്മുടെ മലയാളം നടിയായിട്ടുള്ള മഞ്ജു പിള്ളയുടെ മകൾ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവർ രണ്ടുപേരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് വൈറലാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ അതിന്റെ മെയിൻ കാര്യം വേറെ ഒന്നല്ല, ഈ ദയാ സുജിത്തിന്റെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറച്ച് ഫോട്ടോസിലത്തെ വസ്ത്രധാരണം അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പോസിംഗ് ആയിട്ടുള്ള രീതി. അപ്പൊ അതിനെ വിമർശിച്ച ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സപ്പോർട്ടായിട്ട് ഒരുപാട് ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ സ്ത്രീപക്ഷം പറയണ മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സപ്പോർട്ടിനും വരുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു വിഭാഗം വിമർശനമായിട്ട് വരുന്നുണ്ട്. അപ്പൊ വിമർശനമായിട്ട് വന്നതിലൊരു ശ്രദ്ധയിൽപ്പെട്ടൊരു വിമർശനം ഒരു ഷഫീന ബീബി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അത് വളരെ എന്താ പറയുക ഹാർഷായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മര്യാദ ഇല്ലാത്ത രീതിയിലാണ് വിമർശിക്കുന്നത്. അപ്പൊ അതെനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ദയാ സുജിത്തിന്റെ ഫോട്ടോസ് ഞാൻ പേഴ്സണലി നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോ അതില് ഓഫ് കോഴ്സ് എക്സ്പോസിംഗ് ആയിട്ടുള്ളതുണ്ട്. പക്ഷെ അതില് എന്താ പറയാ നമ്മുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് വിപരീതമായിട്ടുള്ള ഒരു വസ്ത്രധാരണം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലും മറ്റു ഇൻസ്റ്റാഗ്രാമിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ഫോട്ടോസ് വെച്ചുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പുള്ളിക്കാരത്തിൽ ഒരു ആർട്ട് ഓറിയന്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ഒരു ആർട്ട് ഓറിയന്റഡ് ആണ്. അതിന് നമ്മൾ ആർട്ടായിട്ട് കാണാൻ പഠിക്കണം. അതിപ്പോ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിലെനിക്ക് വസ്ത്രധാരണത്തിൽ ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയണേ. വസ്ത്രധാരണത്തിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ അതിനെ ഈ പറഞ്ഞ പോലെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് വിമർശിക്കാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ലേ, പറഞ്ഞ മനസ്സിലായി. ഇപ്പോ ദയാ സുജിത്തും മഞ്ജു പിള്ളയും മനസ്സിലാക്കണം. അതായത് ഈ നമ്മള് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് ഒരു സംഭവം ഇടുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്ത് സാധനം ഇടുമ്പോൾ അത് വിമർശിക്കാനും അനുകൂലിക്കാനും വിമർശിക്കാനും ഒക്കെ ആൾക്കാർക്ക് അധികാരമുണ്ട്. അതിനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വിമർശന ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാന്യമായിട്ടായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പോ ഷഫീന ബീവിയുടെ വീഡിയോ ഞാൻ കണ്ടു. അതിന് ഫുൾ ലെങ്ത് എനിക്ക് കാണാൻ സാധിച്ചില്ല. അതെനിക്ക് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് അതിൽ കുറച്ച് കണ്ടതിൽ പുള്ളിക്കാരത്ത് ഭയങ്കര ഹാർഷായിട്ട് അല്ലെങ്കിൽ ഒട്ടും മര്യാദയില്ലാത്ത രീതിയിലാണ് വിമർശിക്കണത്. പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇതുപോലെ ഇട്ട് മറ്റേ പുരുഷന്മാർക്ക് ഒലിപ്പിച്ചിരിക്കാൻ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ അത് ഇവിടെ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല. അത്ര മോശമായിട്ടാണ് പുള്ളിക്കാരത്തിൽ പറയണത് ഷഫീന ബീവി. അപ്പൊ ഷഫീന ബീവിയോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഷഫീന ബീവിനെ പറ്റി പറഞ്ഞ പുള്ളിക്കാരത്തി ഒരു ഫെമിനിസ്റ്റ് ആണ്. ഇവർക്ക് എനിക്കറിയില്ല, ഇപ്പോഴും ഇവർക്ക് മനസ്സിലാവണം നമുക്ക്. അപ്പൊ പുള്ളിക്കാരത്തി ഒരു ഫെമിനിസ്റ്റ് ആണ്. അപ്പോ പുള്ളിക്കാരത്തി പറയണത് ഫെമിനിസ്റ്റുകളുടെ വില കളയരുത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ മഞ്ജു പിള്ളേനെ മോളിൽ വിമർശിക്കണേ. ഷഫീന ബീവി ഇത്തിരി ഏജുള്ള സ്ത്രീയാണ്. അപ്പൊ പുള്ളിക്കാരത്തി ദിയ സുജിത്തിനെ അല്ല വിമർശിക്കണത് ശരിക്കും. മറ്റേ നമ്മുടെ മഞ്ജു പിള്ളയോട് പറയണം മോളെ മര്യാദയ്ക്ക് വളർത്തുക അല്ലെങ്കിൽ മോളെ ഇങ്ങനെ വസ്ത്രധാരണം ഇടുന്നത് നോക്കണില്ല അല്ലെങ്കിൽ വളർത്തു ദോഷം, അങ്ങനെ പല ടോപ്പിക്കാണ് ഇട്ട് പോണത്. അപ്പൊ അതില് ഈ ഷഫീന ബീവി പോലത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വിമർശിച്ചോ. അതായത് എന്ത് സംഭവം നമ്മൾ അനുകൂലിക്കാനും വിമർശിക്കാനും നമുക്ക് അധികാരമുണ്ട്. പക്ഷെ അത് മാന്യമായിട്ടായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ വസ്ത്രധാരണത്തിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ദയാ സുജിത്ത് ഈ ഫോട്ടോഷൂട്ടിന് നടത്തിയ വസ്ത്രധാരണം പുള്ളിക്കാരുതി ഒരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. പറഞ്ഞ മനസ്സിലായോ. സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ വെള്ളാർക്കും ഇല്ല എന്നുള്ളത് അതൊന്ന് വേറെ ടോപ്പിക്. ഇപ്പൊ റിയൽ ലൈഫിലാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പള്ളി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ബസ്സിന് അല്ലെങ്കിൽ ട്രെയിനൊക്കെ പോകുമ്പോഴാണ് ഇതുപോലത്തെ വസ്ത്രധാരണം ഇട്ടിട്ടാണ് വിമർശിച്ചതെന്നുണ്ടെങ്കിൽ ഓക്കെ, പറഞ്ഞ മനസ്സിലായി. കാരണം അങ്ങനെ ഇടാൻ പാടില്ല. അതായത് പബ്ലിക്കിൽ നമുക്കൊരു പബ്ലിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ബാധിക്കും. ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ ഇപ്പൊ പബ്ലിക്കായിട്ട് ഇന്നർ മാത്രം ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് മാത്രം ഇട്ട് പോകാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ. അതൊരു മാന്യത കുറവാണ്. ഇപ്പൊ ആണുങ്ങൾക്ക് ഷർട്ട് ഇടാണ്ട് പോകില്ല. അതിപ്പോ ഈ പണിയെടുക്കണ ഇപ്പൊ നമ്മുടെ വലിയ ഇഷ്ടിക കമ്പനിയിൽ അല്ലെങ്കിൽ ഹോളോ ബ്രിക്കിന്റെ കമ്പനിയിലൊക്കെയുള്ള പണിക്കാരൊക്കെ ഇപ്പൊ ഷർട്ട് ഇടാണ്ട് പണിയെടുക്കും. അതിപ്പോ നമ്മുടെ ഒരു മലയാളം കൾച്ചറിൽ ഫ്യൂസ് ആയിട്ടൊരു കാര്യം. അപ്പൊ അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ചില ഫെമിനിസ്റ്റുകളും സ്ത്രീപക്ഷமான ആൾക്കാരും പറയും, അന്ന പുരുഷന്മാര് ഷർട്ട് ഇടാൻ നടക്കണ്ടല്ലോ, അന്നാ ഞങ്ങൾ ഷർട്ട് ഇടാൻ നടക്കട്ടെ എന്ന് പറയും. അപ്പൊ നിങ്ങൾ നടന്ന കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ആണുങ്ങൾക്ക് പറഞ്ഞ കൂടുതൽ ഒലിപ്പിക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ. അതൊന്നല്ല. അതായത് നമ്മള് പബ്ലിക് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത് പോകണം. അത് ഒരു വിഭാഗം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കലാപരമായിട്ട് ആർട്ട് പബ്ലിക്കായിട്ട് ചെയ്യണതിൽ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്കുള്ളിൽ ചെയ്യണതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അത് ഷഫീന ബീവിയുടെ പോലത്തെ ആൾക്കാർ ഈ എന്താ പറയാ ഈ ഒട്ടും ഈ ക്ലാവ് പിടിച്ച ചിന്താഗതി എന്ന് പറയും. അതായത് ഒട്ടും പുരോഗമന ചിന്താഗതി അല്ലാത്ത അല്ലെങ്കിൽ കലാപരമായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല. അത് അവരുടെ ബ്രെയിനിന്റെ ഒരു കഴിവേടെന്നും പറയാൻ പറ്റുള്ളൂ നമുക്ക്. പറഞ്ഞ മനസ്സിലായാലും. പിന്നെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കൂടി എനിക്ക് കാണാൻ സാധിച്ചു. നമ്മുടെ മഞ്ജു പിള്ളയുടെയും ഈ ദിയ സുജിത്തിന്റെ ഒരു ഇന്റർവ്യൂ. അത് 10 മാസം മുമ്പുള്ളതാണ്. എനിക്ക് വനിത മാഗസിന് കൊടുത്താണ്ട. അപ്പൊ അതില് മഞ്ജു പിള്ള പറയുന്നുണ്ട്, എന്നിട്ട് മകളെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അതായത് അമ്മയുടെ അത്രയ്ക്ക് നിറയില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോ ഈ മഞ്ജു പിള്ളയും ദിയ സുജിത്തൊക്കെ മനസ്സിലാക്കുക, ഇപ്പൊ നിറം കുറവാണെങ്കിൽ നിറം കുറവെന്ന് ആൾക്കാർ പറയും. അതിൽ കളിയാക്കേണ്ട ആവശ്യമില്ല. അത് വേറെ ടോപ്പിക്. അതായത് ആൾക്കാർ ഇപ്പൊ നിറം കുറവാണ് ഭംഗിയില്ല എന്ന ആൾക്കാർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പൊ അത് ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ്. ഇപ്പൊ ചിലർക്ക് വെള്ള കളറായിരിക്കും ഇഷ്ടം, ചിലർക്ക് കറുത്ത കളറായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ വെള്ള കണ്ട ഭംഗിയുണ്ടെന്ന് തോന്നുന്ന ചിലർക്ക്. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ടോപ്പിക്. അല്ലെങ്കിൽ ഇപ്പൊ കറുപ്പിന്റെ ഒക്കെ പേരിൽ കളിയാക്കാൻ പാടില്ല. അത് ശരിയല്ല. പക്ഷെ ഇപ്പൊ കളർ കുറവാണ് അല്ലെങ്കിൽ കളർ കുറഞ്ഞതുകൊണ്ട് ഭംഗിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കളർ കുറഞ്ഞുകൊണ്ടല്ല,
കളർ കുറവാണ് അല്ലെങ്കിൽ എനിക്കത് ഭംഗിയായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പേഴ്സണലി ഇപ്പൊ മറ്റേ ദിയ സുജിത്തിന്റെ ഇപ്പൊ വൈറലായിട്ടുള്ള ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോസിനെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു അതില് വസ്ത്രധാരണ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഫോട്ടോ ഇഷ്ടമായില്ല. കാരണം അതിനൊരു കാരണം ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ ലെവലുള്ള മോഡൽസിന്റെ ഒക്കെ ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ബ്രെയിൻ പറഞ്ഞ മനസ്സിലായില്ല. എനിക്കത് പേഴ്സണലി എന്താ പറയാ ഭംഗിയായിട്ട് തോന്നിയില്ല. ദിയ സുജിത്തിന്റെ ബോഡിക്ക് അത് മാച്ച് ആയിട്ട് തോന്നില്ല. അതെന്റെ അഭിപ്രായം. അത് ഞാൻ മാന്യമായിട്ട് പറയാൻ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അത് മാന്യമായിട്ട് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എന്റെ വീഡിയോന്റെ അടിയിൽ വന്ന ആൾക്ക് വേണമെങ്കിൽ പറയാം, ഇതിപ്പോ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, നിന്നെ ഇപ്പൊ നീ ദിയ സുജിത്തിന്റെ ഭംഗിയില്ല എന്ന് പറഞ്ഞു, നിന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. കാരണം ഇറ്റ്സ് ഓൾ റൈറ്റ്. പറഞ്ഞ മനസ്സിലായില്ല. മാന്യമായിട്ട് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായില്ല. അതുപോലെ ആരും കമന്റ് ചെയ്യാം, മാന്യമായിട്ട് വിമർശിക്കാം, അനുകൂലിക്കാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. പറഞ്ഞ മനസ്സിലായി. അത് എല്ലാവരും മനസ്സിലാണ്. അത് ഫെമിനിസ്റ്റുകളും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും മനസ്സിലാണ്. കാരണം നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സാധനം ഇടുമ്പോൾ അതിനെ ആൾക്കാർ വിമർശിക്കും, അനുകൂലിക്കും. അത് നിങ്ങൾ കുറ്റം പറയുന്നത്. പക്ഷെ വിമർശിക്കുന്ന ആൾക്കാരും അനുകൂലിക്കുന്ന ആൾക്കാരും അത് മാന്യമായിട്ട് ആവണമെന്ന് ശ്രദ്ധിക്കുക. രണ്ട് വിഭാഗം ഇതിലുണ്ട്, രണ്ട് സൈഡ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇത് ആൾക്കാർ ശ്രദ്ധിക്കുക. വിമർശനങ്ങൾക്ക് അതീതമല്ല ആരും. അത് രാഷ്ട്രീയക്കാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും അതില് മാന്യത കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക.